ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിൽ ട്രിഗ്നോമെട്രി കഴിഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആയിട്ടുള്ള സൂചക സംഖ്യകൾ അഥവാ കോർഡിനേറ്റ്സ് എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിൽ നമ്മൾ പൊതുവെ ഒരാൾക്ക് വഴി പറഞ്ഞു കൊടുക്കും. നമ്മൾ എങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കും? നമുക്ക് പറയാം, നേരെ പോയിട്ട് വലത്തോട്ട്, അല്ലെങ്കിൽ ഇടത്തോട്ട് പോയിട്ട് വലത്തോട്ട്. പല രീതിയിൽ നമ്മൾ എന്ത് ചെയ്ത് നോക്കും? ഈ ഡയറക്ഷൻ വഴി പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുപോലെ ഒരു വഴികൾ കാണിച്ചു കൊടുക്കുന്ന രീതി അല്ലേ, അതാണ് കോർഡിനേറ്റ്. ഒരു കോർഡിനേറ്റ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ സൂചക സംഖ്യ കണ്ടുപിടിക്കണമെങ്കിൽ 2 വരകളാണ് ഉണ്ടായിരിക്കുക. ഈ വര പറയുന്ന പേരാണ് എക്സ് ആക്സിസ്, ഇതാണ് വൈ ആക്സിസ്. ഇതിൻ്റെ വൈ ആക്സിസിൻ്റെ ഇവിടെ നിന്ന് ഈ ഭാഗം ഒക്കെ പോസിറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും, മുകൾ ഭാഗവും. ഇനി താഴെയുള്ള ഈ 2 ഭാഗങ്ങൾ നെഗറ്റീവ് ആയിരിക്കും. ഇനി നമ്മൾ ഒരു കോർഡിനേറ്റ് അല്ലെങ്കിൽ സൂചക സംഖ്യ പറയുമ്പോൾ ആദ്യം നമ്മൾ ഒരു എക്സ് കോർഡിനേറ്റ് ആണ് പറയുക. പിന്നെ നമ്മൾ ഏതാ പറയേണ്ടത്? വൈ കോർഡിനേറ്റ് ആണ് പറയേണ്ടത്. ആദ്യം എക്സ് പറഞ്ഞ ശേഷമേ വൈയിലെ ഒരു പോയിന്റ് പറയാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതിലത്തെ ഒരു പോയിന്റ് ഞാൻ ഈ 2 പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തു. അപ്പോൾ ഇതിലെ ഒരു പോയിന്റ് കണ്ടുപിടിക്കുക. ഈ പോയിന്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സൂചക സംഖ്യ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ആദ്യം എക്സിൽ ഈ വരയുടെ താഴത്തേക്ക് പോവുക. എത്രയാണ്? 1. ഈ വൈ ആക്സിസിലേക്ക് 2. അപ്പോൾ എങ്ങനെ എഴുതുക? 1 2 എന്ന് നമുക്ക് പറയാം. ഇനി ഇവിടെ പറയാണ്, ഇവിടെ ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്തു. അപ്പോൾ ആദ്യം എക്സ് പറയുമ്പോൾ എത്ര? -2, -1. എപ്പോഴും നമ്മൾ ഈ ഓരോ നമ്പറുകളുടെയും അകലങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ തുല്യമായ അകലത്തിൽ വേണം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നമുക്ക് 1 സെൻറ്റിമീറ്റർ വീതം വേണമെങ്കിൽ മാർക്ക് ചെയ്യാം, 2 സെൻറ്റിമീറ്റർ വീതം വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. അതൊക്കെ എന്താണ്? നമ്മളുടെ ഇഷ്ടം പോലെ നമുക്ക് പോയിന്റുകൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കുറേ ചോദ്യങ്ങൾ ചെയ്ത് നോക്കാനുണ്ട്. അതിൽ ഒരു ചോദ്യം ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അതായത് ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഈ ഫിഗറിലെ എല്ലാ പോയിന്റ്സും എന്ത് ചെയ്യണം? കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കി നോക്കൂ, ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് ഇവിടെ 3, ഇവിടെ 2 ആണ്. അപ്പോൾ ഈ പോയിന്റ് നമുക്ക് എങ്ങനെ പറ്റും? 3 2 എന്ന് പറയാം. ഈ പോയിന്റ് നിങ്ങൾ പറഞ്ഞു നോക്കൂ. ഇതിലെ എക്സ് കോർഡിനേറ്റ് ഏതാണ്? -4. അപ്പോൾ -4, വൈ കോർഡിനേറ്റ് 1. ഇവിടെ പറയുകയാണെങ്കിൽ എക്സ് കോർഡിനേറ്റ് 1, വൈ കോർഡിനേറ്റ് -2. ഇവിടെ എക്സ് കോർഡിനേറ്റ് പറയുമ്പോൾ ഇതാണ് എക്സ് ആക്സിസ്. അപ്പോൾ -2, ഇവിടുത്തെ എത്രയാണ്? -3. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ആദ്യം എന്ത് ചെയ്യാനുള്ളത്. ആ ചോദ്യത്തിലേക്ക് ആദ്യം കടക്കാം. അതായത് ആദ്യം നമുക്ക് ഒരു ചോദ്യം തന്നിരിക്കുകയാണ്. ചോദ്യം ഞാനിവിടെ എന്ത് ചെയ്യാം? ചുവടെ പറയുന്നവ കണ്ടുപിടിക്കുക. എക്സ് അക്ഷത്തിലെ ഏത് ബിന്ദുവിൻ്റെയും വൈ സൂചക സംഖ്യ. രണ്ടാമത്തെ ചോദ്യം, വൈ അക്ഷത്തിലെ ഏത് ബിന്ദുവിൻ്റെയും എക്സ് സൂചക സംഖ്യ. ആധാര ബിന്ദുവിൻ്റെ സൂചക സംഖ്യ. പിന്നെ 4 5 അങ്ങനെ 5 ചോദ്യങ്ങളാണ് നമുക്ക് ആദ്യമായിട്ട് ചെയ്യാനുള്ളത്. അതിൽ ആദ്യ ഭാഗത്ത് വരുന്ന ഈ 5 ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. എക്സ് അക്ഷത്തിലെ ഏത് ബിന്ദുവിൻ്റെയും വൈ സൂചക സംഖ്യ. ഇതാണ് എക്സ് അക്ഷം. ഈ അക്ഷത്തിൻ്റെ മുകളിൽ എവിടെ പോയിന്റ് വന്നാലും എന്തായിരിക്കും വാല്യൂ എന്നാണ്. ഇവിടെ ആണെങ്കിൽ നമ്മൾ എങ്ങനെ പറയുക? 1, വൈ കോർഡിനേറ്റ് ഉണ്ടാവില്ല, അപ്പോൾ 0. ഇവിടെ ആണെങ്കിലോ -2, 0. ഇവിടെ ആണെങ്കിലോ -3. ഇവിടെ ആണെങ്കിൽ ഈ എക്സ് അക്ഷരം അത് ചോദിച്ചിരിക്കുന്നത്. എക്സ് അക്ഷത്തിലെ വൈ സൂചക സംഖ്യ, ഈ അക്ഷത്തിൻ്റെ മുകളിലാണ് പോയിന്റ് വരുന്നത് എങ്കിൽ വൈ സൂചക സംഖ്യ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി വൈ അക്ഷത്തിലാണെങ്കിൽ എക്സ് സൂചക സംഖ്യ. വൈ അക്ഷത്തിലാണ് വരുന്നത് എങ്കിൽ വൈ അക്ഷം, ഇതാണ് വൈ അക്ഷം. നമ്മൾ എപ്പോഴും വൈ അക്ഷത്തിൻ്റെ മുകളിലാണെങ്കിൽ ആദ്യം എക്സ് കോർഡിനേറ്റ് ആണ് വരുന്നത്. എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? 0. അപ്പോൾ ഇവിടുത്തെ പോയിന്റ് 0 1, ഇവിടെ 0 2. ഇവിടെ ആണെങ്കിലോ -0, -3. അപ്പോൾ വൈ കോർഡിനേറ്റ് ആണ് എങ്കിൽ വൈ അക്ഷത്തിലെ ഏത് ബിന്ദുവിൻ്റെയും എക്സ് സൂചക സംഖ്യ 0. അപ്പോൾ ഓർത്ത് വയ്ക്കുക, എക്സ് അക്ഷമാണെങ്കിൽ വൈ സൂചക സംഖ്യ 0. ഇനി വൈ അക്ഷമാണെങ്കിൽ എക്സ് സൂചക സംഖ്യ 0. അത് സിമ്പിളാണ്, ഒന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ കിട്ടും. ഇനി
ഇതാണ് ആധാരബിന്ദു അല്ലെങ്കിൽ ഒറിജിൻ. ഒറിജിൻ എപ്പോഴും എന്തായിട്ടാണ് വരിക? 0 0. ഒറിജിൻ എപ്പോഴും 0 0. എക്സ് കോർഡിനേറ്റും 0, വൈ കോർഡിനേറ്റും 0. ഇനി 0 എന്ന ബിന്ദുവിലൂടെ എക്സ് അക്ഷത്തിന് സമാന്തരമായി വരയ്ക്കുന്ന വരയിലെ ഏത് ബിന്ദുവിൻ്റെയും വൈ സൂചക സംഖ്യ. ഇതാണ് എക്സ് അക്ഷം. എക്സ് അക്ഷത്തിന് സമാന്തരമായി വരയ്ക്കുന്ന വര. ഇത് വര വരച്ച്, അപ്പോൾ ഇവിടെ വരച്ച് കഴിഞ്ഞാൽ ഈ പോയിന്റ് എടുക്കുകയാണെങ്കിൽ എക്സ് അക്ഷം ഇതിനെ 0 1 എന്ന പോയിന്റിന് സമാന്തരമായിട്ടിതാ ഈ വര എടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് 3 എടുത്ത് 3, വൈ കോർഡിനേറ്റ് ഇവിടെ എത്ര 1. ഇനി 4 ആണെങ്കിൽ 4 1, 2 ആണെങ്കിൽ 2 1. അപ്പോൾ വൈ സൂചക സംഖ്യ നമുക്ക് എത്രയാണ് വന്നത്? എല്ലായിടത്തും 1 ആണ് വന്നത്. അപ്പോൾ ഇവിടുത്തെ 4ാമത്തെ ഉത്തരം 1. ഇനി 5ാമത്തെ ഉത്തരം എന്താണ്? 1 1 0 എന്ന ബിന്ദുവിലൂടെ വൈ അക്ഷത്തിന് സമാന്തരമായി വരയ്ക്കുന്ന വരയിലെ ഏത് ബിന്ദുവിൻ്റെയും എക്സ് സൂചക സംഖ്യ. ഇതാണ് വൈ അക്ഷത്തിന് സമാന്തരമായി വരയ്ക്കുന്ന വര. ഇവിടെ വരയ്ക്കേണ്ട പകരം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ നിങ്ങൾക്ക് വരച്ച് കാണിക്കുന്നുണ്ട്. എവിടെയാണ്? പോയിന്റ് 1 0. അപ്പോൾ 1 0 ആണെങ്കിൽ ഇത് കൂടെ ഇത് -1 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ 1 0 ഇവിടെ തന്നെ ഞാൻ വരയ്ക്കുന്നുണ്ട്. വേണ്ട 1 0 ആണ് എങ്കിൽ നമുക്കിവിടെ എങ്ങനെ പറയാം? ഇതാണ് 1 0. അപ്പോൾ 1 0 ആണെങ്കിൽ അതിലെ ഏത് എക്സ് സൂചക സംഖ്യയും ഇവിടെ എത്രയാണ്? 1 0. ഇവിടെ എക്സ് എടുക്കുമ്പോൾ ഇവിടെ എന്താ വരിക? വൈ കോർഡിനേറ്റ് ആണെങ്കിൽ ആദ്യം എക്സ് എടുക്കുക. 1, 2. ഇവിടെ 1, 3 അങ്ങനെയാണ് വരിക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഏതിൻ്റെയും വൈ സൂചക സംഖ്യ, ഏത് ബിന്ദുവിൻ്റെയും വൈ അക്ഷത്തിന് സമാന്തരമായി വരയ്ക്കുന്ന വരയിലെ ഏത് ബിന്ദുവിൻ്റെയും എക്സ് സൂചക സംഖ്യ. ഇതാണ് വൈ അക്ഷം. അതിന് സമാന്തരമായി വരയ്ക്കുന്ന വരയുടെ ഏതില് 1 0 എന്ന പഴയന് കൂടെ വരയ്ക്കുന്നതിൻ്റെ എല്ലാ സൂചക സംഖ്യയും എക്സ് സൂചക സംഖ്യയും എന്തായിരിക്കും? 1 ആയിരിക്കും. ഇതാണ് എക്സ് സൂചക സംഖ്യ. ഇവിടെ 1 0. അപ്പോൾ ഇവിടെ എന്താ വരിക? 1 1. ഇവിടെ 1 2 1 3 അങ്ങനെയായിരിക്കും വരുന്നുണ്ടായിരിക്കുക. ഇനി 2ാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ചിത്രത്തിൽ ചതുരത്തിൻ്റെ മറ്റ് 3 മൂലകളുടെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കുക. അത് നമ്മൾ വേറെ വരയ്ക്കുന്നില്ല, ഇതിൽ തന്നെ ഞാൻ ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാവും. ഇനി 2ാമത്തെ ചോദ്യം കണ്ടുപിടിക്കാം. 2ാമത്തെ ചോദ്യത്തിൽ ഒരു പോയിന്റ്, ഇതൊരു ചതുരത്തിൻ്റെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ 4 3 എന്ന പോയിന്റ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കി എല്ലാ പോയിന്റും എന്ത് ചെയ്യണം? കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് 4 3 ആണെങ്കിൽ ഇത് എക്സ്, ആദ്യത്തെ പോയിന്റ് എക്സ്, 2ാമത്തെ പോയിന്റ് വൈ. അത് മറക്കാതിരിക്കുക. ഇനി ഇത് ഒറിജിൻ അല്ലെങ്കിൽ ആധാരബിന്ദു എപ്പോഴും എന്തായിരിക്കും? 0 0. ഇനി ഇവിടെ എന്താണോ എക്സ് കോർഡിനേറ്റ് അത് തന്നെയായിരിക്കും ഇവിടെയും വരിക അല്ലേ? അപ്പോൾ ഇവിടുത്തെ എത്രയും 4. ഇനി ഇത് എക്സ് ആണെങ്കിൽ ഇവിടുത്തെ വൈ, ഇത് എക്സ് ഇത് വൈ. അപ്പോൾ ഇവിടുത്തെ വൈ ആരാ? 0. അപ്പോൾ വൈ 4, 0 എന്ന് കിട്ടി ഈ പോയിന്റ്. ഇനി ഈ പോയിന്റിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഈ പോയിന്റിൽ എക്സും വേണം വൈയും വേണം, എക്സും വേണം വൈയും വേണം. ഇനി അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ കിട്ടി. ഇനി ഇവിടെ നോക്കുമ്പോൾ ഇവിടുത്തെ ഈ പോയിന്റിൽ എക്സ് കോർഡിനേറ്റ് ആരാ? എക്സ് കോർഡിനേറ്റ് ഇവിടെ 0, അതായത് ഈ വൈ എന്ന ആക്സസിൻ്റെ മുകളിൽ കൂടെയാണ് പോണത്. അപ്പോൾ ഇവിടുത്തെ വൈ കൂടെയാണ് പോകണമെങ്കിൽ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? വൈ എന്ന പോയിന്റിലാണ്, വൈ എന്ന ആക്സസിലാണെങ്കിൽ എക്സ് ആക്സിലാണെങ്കിൽ വൈ കോർഡിനേറ്റ് 0, വൈ ആക്സസിലാണെങ്കിൽ എക്സ് കോർഡിനേറ്റ് 0. അപ്പോൾ എക്സ് 0, വൈ ഇവിടുത്തെ 0. അപ്പോൾ ആദ്യത്തെ പോയിന്റ് കിട്ടി ഇവിടെ 0. ഇനി ഇവിടെ എത്രയാണ്? ഇവിടുത്തെ വൈ കോർഡിനേറ്റ് ഇങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ ഇവിടെ 3. അപ്പോൾ 0, 3. അപ്പോൾ ഇവിടെ ഞാൻ പേര് കൊടുക്കാം എ. ഇനി എ, ഇവിടെ ബി, സി, ഡി. അപ്പോൾ എ ഈക്വൽ ടു 0, 3, ബി ഈക്വൽ ടു 0, 0, സി ഈക്വൽ ടു 4, 0, ഡി ഈക്വൽ ടു 4, 3. ഇനി 2ാമത്തെ ചോദ്യം നോക്കാം. ചുവടെയുള്ള ചിത്രത്തിലെ ചതുരത്തിൻ്റെ വശങ്ങൾ അക്ഷത്തിന് സമാന്തരമാണ്. ആധാരബിന്ദു ചതുരത്തിൻ്റെ മധ്യബിന്ദുവാണ്. ഇതിൻ്റെ സെൻട്രൽ പോയിന്റ് ആണ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടുത്തെ പോയിന്റ് ഏതാണ്? 3, 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് എക്സ് ഇത് വൈ. നമ്മൾ പറഞ്ഞിരിക്കുന്നത് ബാക്കിയുള്ള പോയിന്റുകൾ എല്ലാതും എന്ത് ചെയ്യണം?
കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 3 ആണെങ്കിൽ, അതായത് ഇത് എക്സ് കോർഡിനേറ്റ്, അതായത് ഈ എക്സ് ആക്സിസിൽ ഈ പോയിന്റ് എത്രയാണെന്നാണ് പറയുന്നത് അവർ. എത്ര ആയിരിക്കും? 3. ഇത് എക്സ് അല്ലേ, അപ്പോൾ ഈ എക്സ് ആക്സിസിൻ്റെ ഈ ഫസ്റ്റ് പോയിന്റ് 3 എന്ന് കിട്ടി. ഇനി ഇവിടെ നമുക്ക് ഇത് വൈ ആക്സിസ് ആണ്, ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? -3 അല്ലേ. ഇനി ഇവിടുത്തെ വൈ കോർഡിനേറ്റ് പറഞ്ഞാൽ ഈ ലൈനിലെയാണ്, ഈ ലൈനിലെ ഇവിടുത്തെ വൈ കോർഡിനേറ്റ് 2 ആണെങ്കിൽ ഈ പോയിന്റ് എത്രയായി? 2. ഇവിടെ 2 ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് -2 ആയിരിക്കും. നമ്മളോട് ഓരോ പോയിന്റും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ എ എന്ന പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ എ എന്ന പോയിന്റ് എന്തായിരിക്കും? എക്സ് കോമ വൈ ആണ് നമ്മൾ എടുക്കുക. ഇവിടുത്തെ എക്സ് ആരാ? -3. ഇവിടുത്തെ വൈ ആരാ? -2. അപ്പോൾ എ കിട്ടി. ഇനി ബി എന്ന പോയിന്റ് എന്തായിരിക്കും? ബി എന്ന പോയിന്റിൽ ഇവിടുത്തെ എക്സ് ആരാ? 3 അല്ലേ. 3. ഇവിടുത്തെ വൈ ആരാ? -2. ഇനി ഇവിടുത്തെ ഓൾറെഡി പോയിന്റ് നമുക്കറിയാം. ഇനി ഈ പോയിന്റാണ് കണ്ടുപിടിക്കേണ്ടത്. എ ബി, ഈ പോയിന്റിനെ സി എന്ന് കൊടുത്ത് ഈ പോയിന്റ് ഡി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എക്സും വേണം വൈയും വേണം. എക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവിടുത്തെ എക്സ് എത്രയാണ്? -3. ഇവിടുന്ന് വൈ നോക്കുമ്പോൾ ഇവിടെ എത്രയാണ്? വൈ നോക്കുമ്പോൾ 2. അപ്പോൾ -3,2. ഈ 4 പോയിന്റിലായിരിക്കും ചതുരത്തിൻ്റെ മൂലയിൽ വരുന്ന പോയിന്റുകൾ. ഇനി നമുക്ക് 4ാമത്തെ ചോദ്യമാണ് കണ്ടുപിടിക്കാനുള്ളത്. ഒരു സമഭുജ ത്രികോണത്തിൻ്റെ ചിത്രമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ത്രികോണത്തിൻ്റെ എല്ലാ മൂലയിലെയും സൂചക സംഖ്യകൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഇത് ഒറിജിനാണ്, മാർക്ക് ചെയ്ത് ഒറിജിൻ ആണെങ്കിൽ എന്തായിരിക്കും? 0,0. ഞാൻ ഇവിടുത്തെ പോയിന്റിന് എ എന്ന് കൊടുത്തു. ഇനി ഇവിടെ ബി എന്ന് ഞാൻ മാർക്ക് ചെയ്തു. ഇത്രയും ഡിസ്റ്റൻസ് 4 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ അവസാനത്തെ പോയിന്റ് എത്രയായിരിക്കും? 4 അല്ലേ. 4 എന്ന ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ ഇത് എക്സ് ആക്സിസിലാണ്. എക്സ് ആക്സിസിലാണെങ്കിൽ വൈ കോർഡിനേറ്റ് എന്താണ്? 0. അപ്പോൾ 4,0. അപ്പോൾ ഈ പോയിന്റ് കിട്ടി 4,0. ഇനി ഈ പോയിന്റ് കിട്ടി. നമുക്ക് ഈ പോയിന്റ് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നിന്ന് താഴേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ടും വരയ്ക്കുക. ഇത് ഒരു സമഭുജ ത്രികോണമായതുകൊണ്ട് തന്നെ ഓരോ കോണും എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ഇത് 60 ഡിഗ്രി, ഇതും 60 ഡിഗ്രി, ഇതും 60 ഡിഗ്രി. അപ്പോൾ പെർപെൻഡിക്കുലറായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ 2, ഇവിടെയും 2. അപ്പോൾ 4ൻ്റെ പകുതി നമുക്ക് എത്രയാണ് കിട്ടി? ഇനി നമുക്ക് ബിയിലെ ഈ പോയിന്റുകളാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നിന്ന് താഴോട്ട് വരച്ചപ്പോൾ തുല്യമായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പോയിന്റ് ഇത്രയും അകലം എത്രയാണ്? 2. അപ്പോൾ എക്സ് കോർഡിനേറ്റ് കിട്ടി 2. ഇനി നമുക്ക് വൈ കോർഡിനേറ്റ് ആണ് വേണ്ടത്. നമുക്ക് അറിയാം 60 ആണ് സമഭുജ ത്രികോണത്തിൻ്റെ കോണുകൾ. ഇതിൽ പകുതി ആക്കുമ്പോൾ എത്രയായിരിക്കും? 30 ഡിഗ്രി വീതമായിരിക്കും. ഇവിടെ എന്തായി? 90 ഡിഗ്രി ആയി. 30, 60, 90 ആണെങ്കിൽ റേഷ്യോ എന്താണ്? 1:√3:2 ആണ് നമുക്ക് വാല്യൂ വരിക. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? x=3x:2x. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ബി എന്ന പോയിന്റാണ്. അപ്പോൾ ബി എന്ന പോയിന്റ് 60ൻ്റെ ഓപ്പോസിറ്റാണ് √3x എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ 2 ആണ്. അപ്പോൾ 60ൻ്റെ ഓപ്പോസിറ്റ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? 30ൻ്റെ ഓപ്പോസിറ്റ് എത്രയാണ്? 2. 30ൻ്റെ ഓപ്പോസിറ്റ് എക്സ് എന്ന് പറയുന്ന ഇത് 30ൻ്റെ ഓപ്പോസിറ്റ് ഇത് ഞാൻ എക്സ് എന്ന് കൊടുത്തു. എക്സ് നമുക്ക് പകുതി ആക്കുമ്പോൾ എത്രയാണെന്നറിയാം? 2 അല്ലേ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ 60ൻ്റെ ഓപ്പോസിറ്റ് കണ്ടുപിടിക്കാൻ √3 × 2 അല്ലേ. അപ്പോൾ നമുക്ക് ഈ പോയിന്റ് കിട്ടി 2√3. അപ്പോൾ ബി എന്ന പോയിന്റ് കിട്ടി 2,2√3. അതായത് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2,2√3 ആയിരിക്കും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? 60ൻ്റെ ഓപ്പോസിറ്റ് എത്രയാണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 30ൻ്റെ ഓപ്പോസിറ്റ് എത്രയാണോ അതിനെ 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ പോയിന്റ് കിട്ടി 2,2√3. അതായത് ഈ വൈ ആക്സിസിലെ ഈ പോയിന്റ് 2√3 ആയിരിക്കും. ഇനി നമ്മൾ ഇത്രയും ഭാഗത്തിൽ
ടോട്ടൽ 4 ചോദ്യങ്ങളാണ് ചെയ്തത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ അടുത്ത ഭാഗവുമായിട്ട് കാണാം. അതുവരേക്കും ബായ്.